അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ കാര്യമൊക്കെ പോയിട്ട് നമുക്ക് എന്താ പറയുക, ചെറിയൊരു ഒരു വേരിയേഷൻ കണ്ടിട്ട് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ക്ലിനിക്കിൽ പോയി വന്ന് അപ്പോൾ തന്നെ ഞാൻ കുളിച്ച് മാറ്റി സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. ഉസ്മാൻ വന്നു, നമ്മൾ പോകാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്തായാലും ഒക്കെ അൽഹംദുലില്ലാ ഹൈറായിട്ട് വരട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പോവുകയാണ്. അപ്പോൾ അത് ഉസ്മാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റോഡുമ്മലേക്ക് പോയി. ഉസ്മാൻ വീട്ടിലേക്ക് കയറിയില്ല കേട്ടോ. കാരണം വെറുതെ ടൈം പോക്കണ്ട വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് കാണിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ സമാധാനമാണല്ലോ. അപ്പോൾ ഉസ്മാൻ എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എനിക്കൊന്നുമില്ലാന്ന്. എന്നെ കൂളാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാറിൽ കയറി. ഉസ്മാൻ അവിടുന്ന് തിരക്കിട്ടാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് പെട്ടെന്ന് എത്തിയ പോലെ എനിക്ക് തോന്നി കേട്ടോ. ഞാൻ വിളിച്ച് പറഞ്ഞ് ഒരു ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ ആൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇക്ര ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കിവിടെ അടുത്തായിട്ട് കുറച്ച് അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഇക്ര MMC ഒക്കെ ആണ്. അപ്പോൾ ഇക്രയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇക്രയിൽ എത്തിയിട്ടുണ്ട്. അവിടെ പോയിട്ട് എന്തൊക്കെ ഉണ്ടാവുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ എത്തണ വരെ ടെൻഷനായിരുന്നു. എത്തിക്കഴിഞ്ഞപ്പോഴും ടെൻഷനായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് സ്ലോ ആക്കിയതാ കേട്ടോ. കാരണം കാര്യങ്ങൾ പറയാനുള്ള ടൈമില്ല. ഞാൻ ചെറിയ ചെറിയ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ടെൻഷൻ്റെ ഇടയിൽ ഞാൻ എടുത്തതാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കണമല്ലോ. അങ്ങനെ ഇതാ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കാഷ്വാലിറ്റിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ECG എന്തായാലും ഒന്ന് എടുത്ത് നോക്കാം. ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ECG എടുത്തു. പിന്നെ നെഞ്ച് വേദന ഉണ്ടായിക്കൊണ്ട് ആദ്യം എനിക്ക് വേദനൻ്റെ മറ്റേ ഈ ഒരു ഗ്ലൂക്കോസ് നരമ്പിലേക്ക് അങ്ങോട്ട് അവർ കയറ്റി. ഇവിടെ ഒരു അബദ്ധം പറ്റി, വേറൊന്നുമല്ല. എനിക്ക് പാരസെറ്റമോൾ അലർജിയാണ് കേട്ടോ. വേറെ ഒരു ഗുളികയൊന്നും അലർജി ഇല്ല. പക്ഷെ പാരസെറ്റമോൾ എനിക്ക് ഭയങ്കര അലർജിയാണ്. അങ്ങനെ ഇത് കയറ്റി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു അലർജി എങ്ങനെ വരാന്ന് വെച്ചാൽ, എനിക്ക് തൊണ്ടൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ ആയിട്ട് ഇങ്ങനെ ഞാൻ ചുമച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ചുമക്കണ സമയത്ത് എനിക്ക് തോന്നി ഇത് പാരസെറ്റമോളാണ്. അവർ നമ്മളോട് ചോദിച്ചില്ല, നമ്മൾ അവരോട് പറഞ്ഞില്ല അലർജി ഉള്ള മരുന്ന് ഏതാണെന്നുള്ളത്. അങ്ങനെ ചുമച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം സിസ്റ്ററെ വിളിച്ചു. അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ അവർ ആ മരുന്ന് മാറ്റിയിട്ട് വേറൊരു അലർജിക്കുള്ള മരുന്ന് തന്ന് വലിയ കുഴപ്പമില്ലാണ് ഞാൻ പോയത്. അവിടെ എത്തി ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ടായി. എന്താ പറയുക, അലർജീൻ്റെ മരുന്നും കൂടെ തന്നപ്പോൾ എനിക്ക് തല ചുറ്റുകയാണോ കറങ്ങുകയാണോ ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ അവർ ഗ്ലൂക്കോസ് കയറ്റി. പിന്നെ നമ്മൾ പൂമ്പാറ്റ MMCന്ന് ഇട്ടിട്ട് ശേഷം നമുക്ക് ഇവിടുന്നാണ് നമ്മളെ ബട്ടർഫ്ലൈ ഇട്ടിട്ടുള്ളത് കേട്ടോ. അതിന് കറക്റ്റ് പേരെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് നേരം ഗ്ലൂക്കോസ് കയറ്റി BP ഒക്കെ എല്ലാം നോർമലായി. എല്ലാം നോർമൽ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ അങ്ങനെ ആയപ്പോൾ ഡോക്ടറിനും ചെറിയൊരു ടെൻഷനായി. കാരണം അവർ ചോദിച്ചില്ല, നമ്മൾ പറഞ്ഞില്ല. സിസ്റ്ററാണ് ചോദിക്കേണ്ടത്, സിസ്റ്റർ ചോദിച്ചില്ല. അതവരുടെ ഒരു തിരക്കിൻ്റെ ഉള്ളിൽ പറ്റിപ്പോയതാണ് കേട്ടോ. പിന്നെ നമ്മളെ ഭാഗത്തുണ്ട് തെറ്റ്. നമ്മളങ്ങോട്ട് പറഞ്ഞില്ല. സാധാരണ എന്നോട് ഇങ്ങോട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്നോട് ചോദിച്ചിട്ടുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ എക്സ്റേ എടുത്തു. എക്സ്റേ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പം ഒന്നിലും അൽഹംദുലില്ലാ ഒരു കുഴപ്പവും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴും ഡോക്ടർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർ ഓരോ വട്ടം എൻ്റെ അടുത്തേക്ക് വരുമ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും വെയിറ്റ് എടുത്തോ, എന്തെങ്കിലും വെയിറ്റ് എടുത്തോ, എന്ന് വെയിറ്റ് എടുക്കുന്ന സമയത്താണോ ഇങ്ങനെ വേദന ഉണ്ടായത്. പക്ഷേങ്കിൽ അപ്പോഴൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ ഒരു സംഭവം. പിന്നെയാണ് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മയായത്. നമ്മൾ ജിമ്മിൽ പോകാറുണ്ടായിരുന്നല്ലോ. അവിടുന്ന് ഞാൻ കുറച്ച് കൂടുതൽ വെയിറ്റ് എടുക്കാറുണ്ടായിരുന്നു. വെയിറ്റല്ല, കൗണ്ട് കൂട്ടിയിട്ട് ഞാൻ ഓരോ എക്സസൈസും ചെയ്യാറുണ്ടായിരുന്നു ട്ടോ. പിന്നെ അതുമല്ലാതെ വീട്ടിലേക്ക് ഇപ്പോൾ വന്നിട്ട് ഒരാഴ്ചയായല്ലോ. അപ്പോൾ ഒരാഴ്ചയിലും കുറച്ച് ദിവസം കൂടുതലായി ഞാൻ ജിമ്മിൽ പോവാഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിർത്തിയതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കൂടെയാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടാണ് എനിക്കിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മസിൽ പെയിനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വല്ലാണ്ട് കാര്യമായിട്ടൊന്നും കാണുന്നില്ല. എവിടെയും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കേട്ട് നമ്മൾ സമാധാനമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാണ്. അങ്ങനെ ബില്ലൊക്കെ അടിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ഹൈർ. നോമ്പിൻ്റെ തലേന്നാണ് ഈ പരിപാടിയൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ നോമ്പായിട്ട് ഇനി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു. എനിക്ക് ആ ട്യൂബ് പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ആവുമ്പോഴേക്കും ഭയങ്കര ബേജാറാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. എന്തായാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ജിമ്മിൽ പോയി കുറച്ച് ഓവറായിട്ട് വെയിറ്റ് എടുത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ അത്. അത് പിന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തായാലും കാർഡിയോ ആണെങ്കിലും ഫുൾ ബോഡി വർക്കൗട്ട് ആണെങ്കിലും ഒരുപാടൊന്നും എടുക്കണ്ട, പറ്റുന്ന രീതിയിൽ എടുത്താൽ മതി. പെട്ടെന്ന് വെയിറ്റ് കുറയാൻ പെട്ടെന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ കുറച്ച് പണി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ മരുന്നും കൂടി അടിച്ചതിൻ്റെ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. ഇത്ര ക്ഷീണത്തോടെ അല്ലായിരുന്നു കേട്ടോ ഞാൻ പോയത്. തിരിച്ചു വരുമ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും സമാധാനം, സ്വസ്ഥം. അപ്പോൾ ആർക്കെങ്കിലും എന്നെപ്പോലെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ 4-5 ദിവസം വെച്ചിരിക്കരുത്. പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി കാണിക്കണം. എന്നെപ്പോലെ അബദ്ധം കാണിക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ.